ഹായ് ഫ്രണ്ട്സ്, ഐ എം ബാബു നാരായണൻ ഫ്രം ആര്യ ഓർക്കിഡ്സ്. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഈ ആര്യ ഓർക്കിഡ്സിലെ ഓർക്കിഡ്സിൻ്റെ നേഴ്സറിയെ കുറിച്ചുള്ള വിശേഷങ്ങളും കാര്യങ്ങളുമാണ്. എസ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ ആര്യ ഓർക്കിഡ്സ് ഇന്ത്യയിലെ തന്നെ ഡിസീസ് ഫ്രീ ഓർക്കിഡ്സ് ഫാമാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നിയർ ബ്ലൂമിങ് പ്ലാന്റ്സ് ഇറക്കിയാലോ ഫ്ലവറിങ് പ്ലാന്റ്സ് ഇറക്കിയാലോ ക്വാറന്റൈൻ കറക്റ്റായിട്ട് ചെയ്യണം. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഫാമിൻ്റെ പ്രത്യേകത വെച്ചാൽ ഞങ്ങൾ സീലിങ്സ് മാത്രമേ ഇറക്കുന്നുള്ളൂ. സീലിങ്സ് ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ 1.5 വർഷം എടുക്കും അത് പൂത്ത് വരാനായിട്ട്. ഫസ്റ്റ് ഫ്ലവർ വരുമ്പോഴത്തേക്കും ഞങ്ങൾ സെയിൽ വന്നു. അതാണ് ഞങ്ങളുടെ രീതി. ആദ്യം തന്നെ നമ്മൾ പരിചയപ്പെടുത്തുന്ന വെറൈറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഡോൺ മേരി. ഇച്ചിരി കോസ്റ്റ്ലിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വെറൈറ്റിയാണ്. സാധാരണ ഓർക്കിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കാണാം 5 petals ആൻഡ് 1 ലിപ്പാണ്. ദിസ് അത് കണ്ട 5 petals 1 2 3 4 5 petals ആൻഡ് 1 ലിപ്പ്. ദിസ് ഇസ് കോൾഡ് ലിപ്പ്. വളം ലാസ്റ്റാണ് വരുന്നത്. വളം കൊടുത്തില്ലെങ്കിൽ ചെടി വന്നോളൂ. എന്ന് വെച്ചാൽ വളം കൊടുക്കാതിരിക്കണം, നല്ല വളം കൊടുക്കണം. 4-5 കാര്യങ്ങളാണ് ഈ ഓർക്കിഡ്സ് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നടുന്ന രീതി, വയ്ക്കുന്ന സ്ഥലം, നനയ്ക്കുന്ന രീതി, ഫുഡ് കൊടുക്കുന്ന രീതികൾ. ഇതിലേതെങ്കിലും ഒന്ന് ഫ്ലോപ്പ് ആയി പോയാൽ സാധനം വരില്ല. പിന്നെ അന്തരീക്ഷം. ആദായപ്പൂക്കളുടെ ആരാമമായി ആര്യ ഓർക്കിഡ്സ്. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ ജില്ലയിലെ പട്ടണക്കാട് പഞ്ചായത്തിൽ പൂക്കളുടെ വർണ്ണ വസന്തം തീർക്കുന്ന ആര്യ നഴ്സറിയുടെ ഓർക്കിഡ് കാഴ്ചകളിലൂടെയാണ് ഇന്ന് നമ്മുടെ യാത്ര. ഓടുമേഞ്ഞ വീടും വരാന്തയും കോലായും കോണിൽ കിണറുമായി കേരള തനിമ വിളിച്ചോതുന്ന അതിമനോഹരമായ വീട്. വീടിന് മുന്നിലായി വിവിധ വർണ്ണങ്ങളിലായി പുഞ്ചിരിച്ച് തല ഉയർത്തി നിൽക്കുന്ന ഓർക്കിഡുകൾ. കണ്ണിനും കരളിനും അനുഭൂതി നൽകുന്ന അവർണ്ണനീയമായ കാഴ്ചകൾ. അതെ, ആലപ്പുഴ ജില്ലയിൽ പട്ടണക്കാട് ആര്യ ഓർക്കിഡിലെ ഓർക്കിഡ് കാഴ്ചകൾ ആരുടെയും കണ്ണും കരളും കവരും. ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ തായ്ലൻഡിൽ നിന്നാണ്. ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ പ്രൊഡക്ഷൻസ് ഇല്ലല്ലോ, എല്ലാവർക്കും അറിയാം ഓർക്കിഡ്സ് ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ഇല്ല. അതുകൊണ്ട് തായ്ലൻഡ്, തായ്വാൻ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഇറക്കുന്ന ചെടികളാണ് ഇവിടെ എല്ലാവരും വളർത്തുന്നത്. ഞങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെറിയ സീഡ്ലിങ്സ് മാത്രം, ഗവൺമെൻറ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതും ഗവൺമെൻറ് നമുക്ക് സാങ്ഷൻ ഇമ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും സാങ്ഷൻ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറിയ തൈകൾ ഇറക്കാനാണ് പറയുന്നത്, അതായത് സീഡ്ലിങ്സ്. അപ്പോൾ ഞങ്ങൾ ആ സീഡ്ലിങ്സ് ഇറക്കിയിട്ട് വിത്തൗട്ട് മീഡിയ ആയിട്ട് വരുന്ന സീഡ്ലിങ്സ് ഇറക്കിയിട്ട് അത് വളർത്തി പൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സിസ്റ്റമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഡിസീസ് ഫ്രീ ഓർക്കിഡ്സ് ഫാമാണ് ഞങ്ങളുള്ളത്. 32 വർഷമായി ഓർക്കിഡുകളുടെ സന്തത സഹചാരിയാണ് ബാബു. സാധാരണ പൂകൃഷിയെ അപേക്ഷിച്ച് ഓർക്കിഡ് കൃഷി അല്പം ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്ന് പൊതുധാരണയുണ്ട്. എന്നാൽ കൃത്യമായ മാർഗങ്ങൾ പിന്തുടർന്നാൽ, ശ്രദ്ധയോടെ പരിചരിച്ചാൽ ഓർക്കിഡുകളോളം മനസ്സിന് കുളിരേകുന്ന, സാന്ത്വനമേകുന്ന, ഇഷ്ടപ്പെടുന്ന മറ്റൊന്നും ഉണ്ടാകില്ലെന്നാണ് ബാബുവിൻ്റെ സാക്ഷ്യം. എസ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ ആര്യ ഓർക്കിഡ്സ് ഇന്ത്യയിലെ തന്നെ ഡിസീസ് ഫ്രീ ഓർക്കിഡ്സ് ഫാമാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നിയർ ബ്ലൂമിങ് പ്ലാന്റ്സ് ഇറക്കിയാലോ ഫ്ലവറിങ് പ്ലാന്റ്സ് ഇറക്കിയാലോ ക്വാറന്റൈൻ കറക്റ്റായിട്ട് ചെയ്യണം. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഫ്ലവറിങ് പ്ലാന്റ്സ് തായ്ലൻഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് അത് സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ തന്നെ ഫ്ലവറിങ് പ്ലാന്റ്സ് തായ്ലൻഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ 45 days ക്വാറന്റൈൻ ചെയ്യണമെന്ന്. 45 days ക്വാറന്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലവറിങ് പ്ലാന്റ്സ് അതിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറക്കിയ ഇതിന് ആയുസ് ഉണ്ടാകും, ലൈഫ് കിട്ടത്തില്ല. സോ അത് ചത്തുപോകും. എല്ലാ ഫ്ലവറും പോയിട്ട് ചെടികൾ മാത്രമായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതെന്ത് ബിസിനസ് ചെയ്യുന്നവർക്ക് എന്താ വെച്ചാൽ കുറേ ഇമ്പോർട്ടേഴ്സ് വന്നിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്ലവറിങ് പ്ലാന്റ്സ് ഇറക്കും, അല്ലെങ്കിൽ നിയർ ബ്ലൂമിങ് പ്ലാന്റ്സ് ഇറക്കും. പക്ഷേ അത് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ഭവിഷ്യത്ത് എന്ന് വെച്ചാൽ കറക്റ്റ് ക്വാറന്റൈൻ ചെയ്തില്ലെങ്കിൽ സംഭവിക്കുന്നത് വെച്ചാൽ അവിടുന്ന് വരുന്ന ഡിസീസ് എല്ലാം നമുക്കിവിടെ സ്പ്രെഡ് ആകും. അത് നമ്മളിപ്പോൾ ആഫ്രിക്കൻ വെച്ച് കാണുന്നുണ്ട്, നിറഞ്ഞില്ലേ? നമ്മുടെ കേരളത്തിൽ നിന്ന് ആഫ്രിക്കൻ വെച്ച് നമുക്ക് കാണാനില്ലായിരുന്നു. ഈ നിറച്ച് ആഫ്രിക്കൻ വെച്ച് നിറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മുടെ കണ്ണിൽ കാണാത്ത ഒത്തിരി പിന്നെ ഈ കീടങ്ങൾ ഈ നാട്ടിൽ നിറയുന്നുണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി, ഒരു മുല്ല നത്ത് കഴിഞ്ഞാൽ വരില്ല, ഒരു ബ്രിഞ്ചോള് അല്ലെങ്കിൽ ഈ ഓർക്കിഡ്സ് സംബന്ധിക്കുന്ന രോഗങ്ങളൊക്കെ കുറേ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഫാമിൻ്റെ പ്രത്യേകത വെച്ചാൽ ഞങ്ങൾ സീഡ്ലിങ്സ് മാത്രമേ ഇറക്കുന്നുള്ളൂ. സീഡ്ലിങ്സ് ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ 1.5 വർഷം എടുക്കും അത് പൂത്ത് വരാനായിട്ട്. ഫസ്റ്റ് ഫ്ലവർ വരുമ്പോഴത്തേക്കും ഞങ്ങൾ സെയിൽ വന്നു. അതാണ് ഞങ്ങളുടെ രീതി. ഓർക്കിഡുകളിൽ ഡെൻഡ്രോബിയം ഇനങ്ങൾക്ക് വൻ ഡിമാൻഡാണ്. കൂടാതെ മോത്ത് ഓർക്കിഡ്, ഫലനോപ്സിസ്, ഓൺസീഡിയം അഥവാ ഡാൻസിംഗ് ലേഡീസ്, കാറ്റ്ലിയ, മൊക്കാറ, വണ്ട, സൈപ്രിപീഡിയം, അറാച്നിസ്, റിനാന്തേര, ബുൾബോഫിലം എന്നിങ്ങനെ നിരവധി ഇനങ്ങൾ ആര്യ നഴ്സറിയുടെ ശേഖരത്തിലുണ്ട്. ആദ്യം തന്നെ നമ്മൾ പരിചയപ്പെടുത്തുന്ന വെറൈറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഡോൺ മേരി. ഇച്ചിരി കോസ്റ്റ്ലിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വെറൈറ്റിയാണ്.
നന്നായിട്ട് പൂക്കും. ഇതിൻ്റെ ഡോൺ മേരി 2-3 ടൈപ്പ് ഉണ്ട്. അതിനകത്ത് ഇത് ഓറഞ്ച് ലിപ്പുമായിട്ട് വരുന്ന ഡോൺ മേരി ഓറഞ്ച് ലിപ്പ് വരുന്നത്. പിന്നെ റങ്കാമളം എന്ന് പറഞ്ഞ വരും, അതിൻ്റെ ലിപ്പിൽ റെഡ് കളറായിരിക്കും. ഇത് ഡെൻഡ്രോബിയം വെറൈറ്റി ആണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് സൺലൈറ്റ് മസ്റ്റ് 50 to 70% സൺലൈറ്റ് കിട്ടിയിരിക്കണം. പിന്നെ ഡെൻഡ്രോബിയം വെറൈറ്റി ആകുമ്പോൾ ഡെൻഡ്രോബിയം നടന്നതുപോലെ നമ്മുടെ ക്ലൈമറ്റിൽ കേരളത്തിൽ നന്നായിട്ട് വളരുന്നതാണ്. നന്നായിട്ട് പൂക്കും, നല്ല കാണാൻ ഭയങ്കര ലൈഫ് സ്പാനുള്ള ഇത് ലൈഫ് കുറച്ച് നാൾ നിൽക്കുന്നതാണ്. ഈ പൂക്കൾക്ക് നല്ല ലൈഫുള്ളതാണ്. പിന്നെ ഇതാണ് ബുരാന സൺഷൈൻ റോസ് എന്ന് പറയുന്നത്. സാധാരണ എന്താണെന്ന് വെച്ചാൽ ഒരു പെറ്റൽ, ഒരു സാധാരണ ഓർക്കിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കാണാം 5 പെറ്റൽസ് ആൻഡ് 1 ലിപ്പാണ്. ദിസ് അത് കണ്ട 5 പെറ്റൽസ് 1 2 3 4 5 പെറ്റൽസ് ആൻഡ് 1 ലിപ്പ്. ദിസ് ഇസ് കോൾഡ് ലിപ്പ്. അപ്പോൾ ഈ 5 പെറ്റൽസും ഒരു ലിപ്പുമാണ് സാധാരണ കോമൺലി ഡെൻഡ്രോബിയസിനുള്ളത്. അപ്പോൾ ഇത് വന്നിട്ട് വരുമ്പോഴത്തേക്കൊന്നുമില്ല, മൾട്ടി പെറ്റലാണ്, ജസ്റ്റ് ലൈക്ക് റോസ് ഫ്ലവർ. കണ്ടില്ലേ, കുറേ പെറ്റൽസ് ഇങ്ങനെ ഉണ്ട്. അതുകൊണ്ടാണ് ദിസ് ഇസ് കോൾഡ് ബുരാന സൺഷൈൻ റോസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വേറെ റെഡ് കൂടിയാണ്. ഇത് ഒരു പർപ്പിൾ എന്നാണ്. 2 വെറൈറ്റി അവൈലബിൾ ആണ്. ഇച്ചിരി പ്രീമിയം വെറൈറ്റി പെടുന്ന ചെടികളാണ്. പിന്നെ ഇത് സ്ട്രൈപ്പ്, കോമൺലി എല്ലാവർക്കും അറിയാവുന്ന സ്ട്രൈപ്പ്, ക്യാൻഡി സ്ട്രൈപ്പ് എന്ന് പറയും. അതിൻ്റെ ഒരു ഹൈബ്രിഡ് വൈറ്റിഷ് കൂടിയതാണ്. കണ്ടില്ലേ, ഇത് വന്നിട്ട് കണ്ട അത് വരുമ്പോഴത്തേക്ക് ഇത് നമ്മളിപ്പോൾ വേറെ വൈറ്റ് വെറൈറ്റി കാണിച്ചാൽ അത് സ്ട്രൈപ്പാണ്, NB സ്ട്രൈപ്പ് എന്ന് പറയും. കണ്ട അതിൻ്റെ ഫ്ലവർ വന്നിട്ട് കുറച്ചുകൂടി ഇവിടെ കുറച്ച് ഓപ്പണായ ചെടി കാണിച്ചു തരാൻ കൂടി. ഇത് സ്ട്രൈപ്പിൽ പെടുന്നത് തന്നെയാണ്, ഹൈബ്രിഡാണ് ഇതെല്ലാം. തോംചായ് ഗോൾഡ് എന്ന് പറയട്ടെ, പണ്ട് തൊട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് തോംചായ് ഗോൾഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും പെട്ടെന്ന് നമ്മൾ പറഞ്ഞു പോയി. ശരിക്കും പറയുമ്പോൾ THOI ഗോൾഡ് എന്നാണ്, തോംചായ് ഗോൾഡ് എന്നാണ്. അപ്പോൾ അത് പല കളറുണ്ട്. ഇതിൻ്റെ ലിപ്പ് വ്യത്യാസം വരുന്ന ഒത്തിരി വെറൈറ്റി ഉണ്ട്. ഇത് മെയിനിൽ ഉറയുവാൻ എന്നൊരു വെറൈറ്റിയാണ്, മെയിനിൽ ഉറയുവാൻ. ഇത് വരുമ്പോഴത്തേക്ക് അരിഡാങ് ബ്ലൂ, അത് ഒരു 5-8 പാറ്റേണിൽ വരുന്നുണ്ട്. അതിൻ്റെ നമ്പർ വ്യത്യാസത്തിൽ വരുന്നുണ്ട്, അരിഡാങ് ബ്ലൂ എന്ന് പറയും. ഇത് GD റോസ്, ഇപ്പോഴത്തെ ഹിറ്റ് സാധനമാണ് GD റോസ് എന്ന് പറയുന്നത്. ഇത് എമ്മ വൈറ്റ്, കട്ട് ഫ്ലവർ ആണ്, ബേസ് ലൈഫ് കൂടുതലാണ്. എമ്മ വൈറ്റ്. ഇത് വന്നിട്ട് തോംചായ് ഗോൾഡിൻ്റെ വേറെ. ഇതാണ് ഏറി സൺബ്ലൈറ്റ്, ബിഗ് ഫ്ലവർ ആണ്, റൗണ്ട് ഫ്ലവർ ആണ്, ഫുള്ള് പർപ്പിൾ, ഡാർക്ക് പർപ്പിൾ വിത്ത് ഫുൾ ബിഗ് ഫ്ലവർ ആണ്. ഇതാണ് ഏറി സൺബ്ലൈറ്റ് എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് NB സ്ട്രൈപ്പ്, ഞാൻ മുമ്പ് ആദ്യം പരിചയപ്പെടുത്തുകയാണ് NB സ്ട്രൈപ്പ്. ഇത് വന്നിട്ട് സീസർ വെറൈറ്റിയിൽ പെടുന്നതാണ്. ഇത് മീസാങ്കിൽ എന്ന് പറഞ്ഞത്. ഇത് വന്നിട്ട് വരുമ്പോഴത്തേക്ക് ഒരു മ്യൂട്ടേഷനാണ്, അരിഡാങ് എമ്മ വൈറ്റ് മ്യൂട്ടേഷനിൽ പെടുന്നതാണത്. പിന്നെ വരുന്നത് ഡ്രാഗൺ വെറൈറ്റി, ദിസ് വൺ കോൾഡ് ഡ്രാഗൺ വെറൈറ്റി. ഇത് യെല്ലോയുടെ തന്നെ പുതിയ വെറൈറ്റി. ഇത് ഏറി ഡയമണ്ട്. ഇത് സീസർ ഗ്രീൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്, സീസർ ഗ്രീൻ. ഇത് വന്നിട്ട് കോമ്പാക്റ്റം, കാരൻ കോമ്പാക്റ്റ് എന്ന് പറയും, പൊക്കം വയ്ക്കത്തില്ല ചെടി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും യായ കോമ്പാക്റ്റ് എന്ന് പറയും, എന്നാൽ ഇത് കാരൻ കോമ്പാക്റ്റ് എന്ന് പറയും. ഇത് വേറൊരു പർപ്പിളാണ് കേട്ടോ, ഇതുപോലെയല്ല, ഇതിനകത്ത് കാണാൻ നല്ലൊരു ക്യൂട്ടാണ്, സക്കഡ ബ്യൂട്ടി. ഇത് എമ്മ വൈറ്റ് തന്നെയാണ്. ഇതാണ് മറ്റേ എന്തെന്നാ നമ്മുടെ ഒരു ഫാൻസി, ട്രിപ്പിൾ ഫാൻസി എന്ന് പറയുന്നത്, 48 ഫ്ലവർ വരെ വരും അത്. ഇത് വന്നിട്ട് സൂര്യ ഗോൾഡ്. ഇത് അരിഡാങ് ഗ്രീൻ. ഇത് വന്നിട്ട് പിസ്ത ഗ്രീൻ. പിന്നെ ഇത് സീസർ വെറൈറ്റിക്ക് ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് ലാസ്റ്റ് പറയാം. കുറേ വെറൈറ്റികൾ സീസർ ഉണ്ട്. ഇത് പിന്നെ ഒരു പിങ്ക്, കോമൺലി കാണുന്നൊരു പിങ്ക് വെറൈറ്റിയാണിത്. ഇത് ക്യാൻഡി സ്ട്രൈപ്പിൻ്റെ ഒരു പുതിയ വെറൈറ്റി, പുതിയതല്ല പഴയ വെറൈറ്റി തന്നെ. ക്യാൻഡി സ്ട്രൈപ്പ് നമ്മൾ 2 കാണിച്ചല്ലോ, ആദ്യം ഒരു വൈറ്റ് കൂടിയത്. ഇത് റൗണ്ട് ഷേപ്പാണ്, ഡാർക്ക് കളറാണ്. ഇത് യെല്ലോ ഗോൾഡ്. ഇതാണ് പോപ്പൈ. ഇത് ഇന്തോനേഷ്യൻ റയ റെഡ്, റയ ബ്ലൂ ഉണ്ട് മുട്ടിട്ടുള്ളത്, ഇന്തോനേഷ്യൻ റയ റെഡ്. ഇത് ഇന്തോനേഷ്യൻ റയ ബ്ലൂ, ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ, ഇന്തോനേഷ്യൻ റയ ബ്ലൂ. ഇത് ഇന്തോനേഷ്യൻ റയ റെഡ്. പിന്നെ ഇത് തോംചായ് ഗോൾഡിൻ്റെ പുതിയൊരു നമ്പർ. ഇത് നമ്പർ ഇട്ടാണ് തന്നെ, പല ടൈപ്പ് ഉണ്ടാകും. കണ്ടാൽ നമുക്ക് ജസ്റ്റ് എല്ലാം ഒരുപോലെയൊക്കെ തോന്നും, പക്ഷേ അതിനകത്ത് ഡിഫറൻസ് ഉണ്ട്. ഇത് മീസാങ്കിൽ തന്നെ ഇവിടെ ഒരു 2 ടൈപ്പ് ഉണ്ട്. ഇതാണ് സീസർ വെറൈറ്റി. എല്ലാവർക്കും അറിയാം, കേരളത്തിലെ എല്ലാവർക്കും നല്ല സുപരിചിതമായ ഒരു ചെടിയാണ്. മിക്ക വീടുകളിലും അടക്കാമരത്തിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വെച്ച് കെട്ടി കാണും. അതായിട്ട് നല്ല പോലെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല നീളത്തിലുള്ള പൂക്കൾ വരും. പൂക്കൾ ഫ്ലഷ് കുറവായതുകൊണ്ട് നല്ല ലൈഫ് സ്പാൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് മുള പോലെ വളരും. ശ്രദ്ധിച്ച് കേൾക്കണം, ഇതിൻ്റെ ലൈഫ്, ഇത് ഭയങ്കര നീളത്തിലുള്ള പൂക്കൾ വരും, മുള പോലെ വളരും, ലൈഫ് സ്പാൻ കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ കുറേ മ്യൂട്ടേഷൻസ് ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ അതൊരു ട്രെൻഡാണ്. ഇപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു 16 വെറൈറ്റിയോളം ഞങ്ങളുടെ കളക്ഷനുണ്ട്. ഞാൻ ഇവിടെ കുറച്ച് വിരിഞ്ഞിരിക്കുന്ന വെറൈറ്റി നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തും. അപ്പോൾ ഇതാണ് സീസർ വെറൈറ്റിയുടെ ഇപ്പോൾ പുതിയ വന്ന വെറൈറ്റികളെ ഞാൻ പരിചയപ്പെടുത്താം. ഇത് സീസർ വാരാവൺ. സീസർ വാരാവൺ. ഇത് ഓരോ നമ്പറാണ്, ഇപ്പോൾ എല്ലാം എൻ്റെ മെമ്മറിയിലേക്ക് വരുന്നില്ല. ഇത് സീസറിൻ്റെ വേറെ വെറൈറ്റി. കണ്ടോ, പൂവിൻ്റെ ഡിഫറൻസ് കണ്ടില്ലേ, ഡിഫറൻ്റ് ആയിരിക്കും. പിന്നെ വന്നിട്ട് ഇത് സീസർ. ഇതെല്ലാം സീസർ വെറൈറ്റികൾ. കണ്ടോ, ആദ്യത്തെ പൂവാണ്. ഒരു ഫസ്റ്റ് ഫ്ലവർ എന്ന് പറയുമ്പോൾ ഒരു ഡെൻഡ്രോബിയത്തിൻ്റെ സീലിങ്സ് വെച്ച് 8-9 മാസം കൊണ്ട് ആദ്യത്തെ പൂ വരുമ്പോഴത്തേക്ക് 3 തൊട്ട് 5 പൂക്കൾ വരെ കിട്ടത്തുള്ളൂ. സീസർ കണ്ടോ, സീസറിൻ്റെ ഫസ്റ്റ് ഫ്ലവർ തന്നെ ഇത്രയും വലുതായിരിക്കും. ഓർക്കിഡുകൾക്ക് നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കാതിരിക്കുന്നതാണ് നല്ലത്.
വെള്ളത്തിൻ്റെ അളവ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വെള്ളം കുറയുകയോ കൂടുകയോ ചെയ്താൽ ഓർക്കിഡുകൾ നശിച്ചു പോകും. ഓർക്കിഡ് പുഷ്പങ്ങൾ ആഴ്ചകളോളം, ചില ഇനങ്ങൾ മാസങ്ങളോളം പൂക്കളായി നിൽക്കുന്നവയാണ്. സൺലൈറ്റ് ഇല്ലാത്തവർ ഈ ചെടി വളർത്തി കഴിഞ്ഞാൽ ഫ്ലോപ്പാണ്. അപ്പോൾ എല്ലാവരും ഒരു ചെടി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതെന്ത് വളം ചെയ്യണമെന്ന് ചോദിക്കുന്നത്. നമ്മുടെ ഇവിടെയുള്ള ഒരു കോൺസെപ്റ്റ് എനിക്ക് മനസ്സിലായി. എല്ലാവരും ചോദിക്കുന്നത് ഒരു ചെമ്പരത്തിയുടെ കമ്പൊടിച്ച് ചേട്ടാ ഇതിനെന്താ വളം ചെയ്യുക? അത് വളരുന്ന അന്തരീക്ഷം നോക്കണ്ടേ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഈ വളർത്തുന്നതിന് കുറേ പോയിൻറ്റ്സ് ഉണ്ട്. അതിനകത്ത് ഏതെങ്കിലും ഫ്ലോപ്പായി ചെടി വളരില്ല. വളം ലാസ്റ്റാണ് വരുന്നത്. വളം കൊടുത്തില്ലെങ്കിലും ചെടി വന്നോളൂ. എന്ന് വെച്ചാൽ വളം കൊടുക്കാതിരിക്കണം, നല്ല വളം കൊടുക്കണം. അപ്പോൾ ഈ 45, 50, 60 ദിവസമൊക്കെ ഡെൻഡ്രോബിയത്തിൻ്റെ ഫ്ലവർ നിൽക്കും. ഈ ഫലനോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മാസം, ചില 6 മാസം വരെയൊക്കെ നിൽക്കുന്നത്, ചില 3 മാസങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പക്ഷേ അത് 2 ടൈപ്പ് ഉണ്ട് ഫലനോസിസ്. കട്ട് ഫ്ലവർ ഉണ്ട്, സാധാരണയുണ്ട്. കട്ട് ഫ്ലവർ ആരും ഇവിടെ ഇറക്കുന്നില്ല, അതിന് ക്രോസ് ചെയ്യണം. പണ്ടൊരു ഇമ്പോർട്ടർ ഇവിടെ ചെയ്തിരുന്നു. ഫലനോസിൻ്റെ ഇപ്പോഴും കട്ട് ഫ്ലവറില്ല, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാടിപ്പോകും. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബേസ് ലൈഫ് ചെക്ക് ചെയ്ത ചെടികളുണ്ടാവും. അതാണ്. അപ്പോൾ സോണിയ എർസാക്കൂൾ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വെറൈറ്റി ഉണ്ട്. എമ്മ വൈറ്റ് പണ്ട് തൊട്ട് കേരളത്തിൽ വന്ന വെറൈറ്റി. അത് കട്ട് ഫ്ലവർ ചെക്ക് ചെയ്തിട്ടാണ്. അതായത് അതിൻ്റെ ബേസ് ലൈഫ് ചെക്ക് ചെയ്യുക അവർ എത്ര വർഷം എത്ര നാൾ ഇത് കട്ട് ചെയ്തിട്ടാലും നിൽക്കുമെന്ന്. അപ്പോൾ നമ്മളിന്നും ഇതിൻ്റെ പൂവിൻ്റെ സാധ്യതകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ല. നമ്മളിന്നും ചെടി മേടിച്ച് വീട്ടിൽ അലങ്കരിക്കണമെന്ന് മാത്രമല്ല, ഇതിൻ്റെ സാധ്യത കിടക്കുന്നത് കട്ട് ഫ്ലവറിലേക്കാണ്. 4-5 കാര്യങ്ങളാണ് ഈ ഓർക്കിഡ്സ് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നടുന്ന രീതി, വയ്ക്കുന്ന സ്ഥലം, നനയ്ക്കുന്ന രീതി, ഫുഡ് കൊടുക്കുന്ന രീതികൾ. ഇതിലേതെങ്കിലും ഒന്ന് ഫ്ലോപ്പായി പോയാൽ സാധനം വരില്ല. പിന്നെ അന്തരീക്ഷം. അപ്പോൾ നമ്മൾ നടുന്നത് ഞാൻ നോക്കിയത് എങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിന് ശേഷം എനിക്ക് തോന്നി ഇവരിപ്പോൾ കാണിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നനയ്ക്കണമെന്ന് നമുക്കറിയില്ല, ചെടിയെല്ലാം ചീഞ്ഞു പോകും. അപ്പോൾ നമ്മൾ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് മീഡിയം ഒന്ന് മാറി നോക്കി. അത് കഴിഞ്ഞപ്പോഴും ശരിയായില്ല, അടിയിലെ പ്രശ്നം. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ മെത്തേഡ് ചോദിച്ചപ്പോഴത്തേക്ക് 100% ഇതായി. അതുപോലെ വാൻഡാസ് അവർ വിത്തൗട്ട് മീഡിയത്തിലാണ് വളർത്തുന്നത്. ഇവിടെ എല്ലാവരും വിത്തൗട്ട് മീഡിയത്തിൽ വളർത്തുന്നത്. കഴിഞ്ഞ സീസണിലെന്ന് വെച്ചാൽ ഹോട്ട് സീസണിൽ വന്നപ്പോഴത്തേക്ക് വാൻഡാസ് എല്ലാം ഡൈ ആകാൻ പറഞ്ഞു, നമ്മുടെ കൂട്ടുകാർ കൊണ്ടുവരരുത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ വേറെ രീതിയിൽ പോട്ടിനകത്താക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് ഗ്രോ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോൾ എല്ലാവരും അത് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക്, എൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്ത കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ വന്ന് പറഞ്ഞ് അവരൊക്കെ ഓരോ നഴ്സറി നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ട, ഭവനരണം ചെയ്യണ പോലെ ചെയ്ത് നോക്ക്, ചെടിയെല്ലാം ഹെൽത്തി ആയിട്ട്. അപ്പോൾ ഈ ഓരോരുത്തർക്കും മുടി ഉണ്ടെങ്കിൽ പല സൈസ് കെട്ടാമെന്ന് പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ഞാനിത് പറഞ്ഞുകൊണ്ട് ഇൻസിസ്റ്റ് ചെയ്ത് എനിക്ക് ഒരാൾ പറയാൻ നോക്കില്ല. ബിക്കോസ് അവർക്ക് ഇഷ്ടമുള്ള മീഡിയത്തെ അവർ വളർത്തിക്കോട്ടെ. എനിക്ക് സക്സസ് ആയ മീഡിയയാണ് ഞാൻ പറയുന്നത്. അത് ഇഷ്ടമുള്ളവർക്ക് ഫോളോ ചെയ്യാം. അത് അത്രയും നമ്മൾ അവരെ ഇൻസിസ്റ്റ് ചെയ്യില്ല നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന്. കാര്യം അതെന്ന് വെച്ച് പറയില്ല, ഞങ്ങൾ കരിയിൽ മാത്രം വയ്ക്കണം വെച്ചോ 2 നേരം നനയ്ക്കേണ്ടി വരും. മനസ്സിലായില്ല. അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ ചകിരി നാരാണ് ഉപയോഗിക്കുന്നത്. അതിനകത്തെന്ന് വെച്ചാൽ ഈ ചകിരി നാര് ഉപയോഗിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് വെള്ളം കെട്ടിക്കിടക്കില്ല. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഡെൻഡ്രോബിയത്തിൻ്റെ മീഡിയം ഉണങ്ങണം. ഉണങ്ങിയിട്ട് നനയ്ക്കുമ്പോഴത്തേക്ക് ചെറിയതായിട്ട് നനച്ചാൽ പോരാ, ആ മീഡിയം നിറഞ്ഞ് താഴത്തേക്ക് പോകണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നനയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. വയ്ക്കുന്ന സ്ഥലം, സൺലൈറ്റ്, ഈ 3 കാര്യങ്ങൾ വന്നതിന് ശേഷം വളം വരുന്നുള്ളൂ. പോട്ടിംഗ് മിക്സ് ഇടുന്ന ചട്ടിക്കുള്ളിൽ കൃത്യമായ വായു സഞ്ചാരവും നീർവാർച്ച സൗകര്യവും ഉറപ്പാക്കണം. സാധാരണ കരിയാണ് പോട്ടിംഗ് മിക്സുകളിൽ ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ അടിഭാഗത്ത് ചെറിയ മെറ്റലുകളും മുകളിൽ ചകിരിയുമാണ് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ചെടികൾ നടുന്ന രീതിയാണ്. അപ്പോൾ ഇത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് നടുന്നത്. ആര്യ ഓർക്കിഡ്സിൻ്റെ രീതിയാണ് ഞങ്ങളിവിടെ പോകുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. പലരും പല രീതിയിൽ, കരി മാത്രം, ഇത് മെറ്റൽ മാത്രം ഉപയോഗിച്ച് നടുന്നവരുണ്ട്, കരി മാത്രം യൂസ് ചെയ്യുന്നവരുണ്ട്, തൊണ്ട് മാത്രം യൂസ് ചെയ്യുന്നുണ്ട്, തൊണ്ടിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇടുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ 2 വ്യത്യസ്തമായ രീതിയാണ്. പല മീഡിയം ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് കരി ആൻഡ് ചകിരി നാരാണ്. ഈ കരിക്ക് ഭയങ്കര റേറ്റ് കൂടിയപ്പോഴത്തേക്ക് ഞാൻ വേറൊരു മീഡിയം പരീക്ഷിച്ച് നോക്കി. അതായത് നമ്മുടെ 3/4 ഇഞ്ചിൻ്റെ മെറ്റൽ ഒരു 2 ലെയർ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഒരു മച്ച്. പിന്നെ അത് വളർന്നിരിക്കുന്ന ചെടികൾ നമ്മൾ ചകിരിയിൽ വളർത്തിയ സീഡ്ലിങ്സ് വളർത്തിയ ചെടികളാണ്. ആ ചെടികൾ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ടൈറ്റ് പാക്കിംഗ് ആയിരിക്കണം. ഏതെങ്കിലും സാധനം കൊണ്ട് ഒരു ഇതായിട്ട് നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. ഇതിനകത്ത് പ്രധാന പോയിൻ്റ് എന്ന് വെച്ചാൽ ചെടി നടുമ്പോഴത്തേക്ക് ഇപ്പോൾ നട്ടിട്ട് ദിസ് മച്ച് പാർട്ട് ഷുഡ് ബി ഔട്ട്സൈഡ് ആയിരിക്കണം. ബിക്കോസ് ഇത് സിംബോഡിയം എന്നൊരു വെറൈറ്റിയാണ് ഈ ഡെൻഡ്രോബിയം വരുന്നത്. ഡെൻഡ്രോബിയത്തിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള പഠിക്കാനുള്ളത്, വേറെ വല്ലതൊക്കെ ഈസിയാണ്. അപ്പോൾ ഈ ഭാഗം ഷുഡ് ബി ഔട്ട്സൈഡ് ആയിരിക്കണം. ബിക്കോസ് ഇവിടെ നിന്നാണ് 2 ഷൂട്ട് പിന്നെ കായുന്നത്. അതുകൊണ്ട് വയ്ക്കുന്ന മീഡിയം ടൈറ്റ് ആയിരിക്കണം. ഈ വായ്ഭാഗത്തിനേക്കാളും പോട്ടിൻ്റെ വായ്ഭാഗത്തിനേക്കാളും 2 ഇഞ്ചോളം 1 ഇഞ്ചോളം പൊങ്ങി നിൽക്കണം ഈ ഭാഗം. മറിച്ച് ഈ സാധനം എടുത്തിട്ട് നമ്മൾ ഇവിടെ കവർ ചെയ്ത് ഇങ്ങനെ വരരുത്. കണ്ടോ, ഇങ്ങനെ വരാൻ പാടില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പുതിയ ഷൂട്ട് വരുമ്പോഴത്തേക്ക് അത് വളഞ്ഞൊക്കെ പോകും. നമ്മൾ കോണിനകത്തൊക്കെ വയ്ക്കുന്നത്, കോണ് അണ്ണീവണാണത്, ഒരു വശം ഇങ്ങനെ പൊങ്ങിയിരിക്കുക. അപ്പോൾ ഇവിടുന്ന് തന്നെ ഷൂട്ട് ഈ കോണായിട്ട് മുട്ടിയിട്ട് ഇവിടത്തെ വളർന്ന് വന്നിട്ട് ഇങ്ങനെ വളഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ബെറ്ററായിട്ട് റൗണ്ട് പോട്ട് ഉപയോഗിക്കുക. ഇങ്ങനെയാണ് ഞങ്ങൾ നടുന്നത്.
നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് രീതി ഫോളോ ചെയ്യാം. പക്ഷേ ഇതുകൊണ്ട് ബെറ്റർ റിസൾട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് വെക്കുന്നത്. ചകിരി നാരായണ വെള്ളം കെട്ടി നിൽക്കുന്നില്ല. അടിയിൽ ഒരു ലെയർ കരിങ്കല കിടക്കുന്നുണ്ട്. അടിയിലത്തെ പോകുന്ന വേരുകൾ ഒരിക്കലും താഴത്തേക്ക് വളഞ്ഞ് ചീഞ്ഞ് പോകാൻ സാധിക്കുന്നില്ല. അത് നേരെ പുറത്തേക്ക് വരും. അപ്പോൾ ഡെൻഡ്രോബിയത്തിൻ്റെ വേരിൽ സൺലൈറ്റ് അടിച്ചെങ്കിൽ മാത്രമേ ചെടികൾ വളരുള്ളൂ. അപ്പോൾ ഇവിടം വരെ വന്ന വേര് നേരെ പുറത്തേക്ക് വരുവാണ്, ഹോളുള്ളതുകൊണ്ട്. അപ്പോൾ ശരിക്കും സൺലൈറ്റ് അടിക്കുകയാണെങ്കിൽ ചെടി നന്നായിട്ട് ഗ്രോ ചെയ്യും. സീലിങ്സ് വരുമ്പോഴത്തേക്ക് അവർ ചെറിയ പോട്ടിനകത്ത് ഈ ചകിരിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. തേങ്ങയുടെ കഷ്ണങ്ങൾ വെച്ചാണ് അതിൻ്റെ വരുന്നത്. അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്യണം ഈ സാധനം. ഒരിക്കലും അത് വയ്ക്കാൻ പാടില്ല. അപ്പോൾ എല്ലാവരും അത് അനങ്ങാണ്ട് ഇത് പെട്ടെന്ന് പിടിക്കട്ടെ എന്ന് കരുതി ഈ സാധനങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കും. ഒരിക്കലും അങ്ങനെ അത് വയ്ക്കേണ്ട. ആ തേങ്ങയുടെ കഷ്ണങ്ങളെല്ലാം നമ്മൾ റിമൂവ് ചെയ്യുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ചെറിയ പ്ലാന്റ് എടുക്കണമെങ്കിൽ ചെറിയ പോട്ട് എടുക്കുകയുള്ളൂ. സൈസ് ഓഫ് ദ പ്ലാന്റ് സൈസ് ഓഫ് ദ പോട്ടിലെ വയ്ക്കുകയുള്ളൂ. ഇതുകൊണ്ടൊന്ന് വലിയ പോട്ടിനകത്ത് ഇതിനകത്ത് വെച്ചാൽ ചെടി ഒരിക്കലും വലുതായി. മനസ്സിലായി? ഇതൊക്കെ രഹസ്യ ടിപ്സുകളാണെങ്കിലും പറഞ്ഞു തരുവാണ് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ഒരു ലെയർ ഇതിനകത്ത് ഇടുന്നു. കരിങ്കല്ല് നിങ്ങൾക്ക് കരി ഉണ്ടെങ്കിൽ കരിയുള്ളവർക്ക് ഉപയോഗിക്കാം. കരിക്ക് വില കൂടുതലാണ് ഞങ്ങളിത്. പിന്നെ ഇതാണ് നമ്മളെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം വരുന്നത്, ചകിരി വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ റൗണ്ട് ചെയ്യുക. ശ്രദ്ധിച്ച് കണ്ടോളണം. ഈ ഒരു ടെക്നിക്കിലാണ് ചെടി വളരുന്നത്. ചെടി വളർത്തണമെങ്കിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തി ചെടി നല്ല ക്വാളിറ്റിയിൽ കിട്ടും. ഇങ്ങനെ ഇരിക്കണം കണ്ടോ. അപ്പോൾ നമ്മളൊരു കത്രി എടുക്കുക, നീറ്റായിട്ട് അങ്ങോട്ട് മുറിച്ച് കളയുക. ഉണ്ടോ? അപ്പോൾ നമ്മൾ ഇതായി. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ചെടി നട്ട് കഴിഞ്ഞാൽ ചെടി അനങ്ങരുത്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സാമ്പത്തിക സഹായമാണ് മികച്ച രീതിയിൽ മുന്നേറാൻ ആര്യ ഓർക്കിഡ്സിന് സഹായകരമായത്. കൃഷി വകുപ്പിന്റെ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം കട്ട് ഫ്ലവർ യൂണിറ്റ് ഇദ്ദേഹത്തിന് 1000 പ്ലാന്റുകൾക്ക് 40,000 രൂപ നിരക്കിലാണ് നമ്മൾ സബ്സിഡി നൽകിയിരുന്നെങ്കിലും ഇപ്പോൾ അത് ഏകദേശം 50,000 രൂപ പെർ യൂണിറ്റ് എന്ന നിരക്കിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഷെയ്ഡ് നെറ്റ് 355 പെർ സ്ക്വയർ മീറ്റർ എന്ന കണക്കിൽ അദ്ദേഹത്തിന് സബ്സിഡി നൽകിയിട്ടുണ്ട്. കൂടാതെ നാച്ചുറലി വെന്റിലേറ്റഡ് പോളി ഹൗസ് 530 രൂപ പെർ സ്ക്വയർ മീറ്റർ എന്ന നിരക്കിലും അദ്ദേഹത്തിന് നമ്മൾ കഴിഞ്ഞ വർഷം സബ്സിഡിയായി നൽകിയിട്ടുണ്ട്. ഓർക്കിഡ് പ്രേമികളുടെ പ്രിയപ്പെട്ട ഇനമാണ് ഡെൻഡ്രോബിയം. ഏറ്റവും ചെറിയ തുകയ്ക്ക് ലഭ്യമാണെന്നുള്ളതും ഇതിൻ്റെ മേന്മയാണ്. തായ്ലാൻഡ്, തായ്വാൻ, വിയറ്റ്നാം എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും ഓർക്കിഡുകൾ ഇറക്കുമതി ചെയ്യുന്നത്. വിദേശത്ത് നിന്ന് വരുന്ന ചെടികൾ നിർബന്ധമായും ക്വാറന്റൈൻ ചെയ്തതിനു ശേഷം മാത്രമേ ഷെയ്ഡ് നെറ്റിലേക്ക് മാറ്റി നടുകയുള്ളൂ. ക്വാറന്റൈൻ പീരീഡ് കഴിഞ്ഞ ചെടികൾ നഴ്സറിയിലെത്തിച്ച് ആഴ്ചകളോളം നിരീക്ഷിച്ച് പരിപാലിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തിയ ശേഷമാണ് പൂക്കളാകുമ്പോൾ വിൽക്കുന്നത്. പൂക്കളുള്ള ചെടിക്കാണ് ആവശ്യക്കാർ കൂടുതൽ. കേവലം വിൽപ്പന മാത്രമല്ല, ഓർക്കിഡുകളുടെ പരിപാലനവും പ്രത്യേകതകളും വിശേഷണങ്ങളുമെല്ലാം വിശദമായി വിശദീകരിച്ചു കൊടുത്തുകൊണ്ടാണ് വിൽപ്പന. പിന്നെ നമ്മൾ പ്ലാന്റ്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൂൾ ഗ്രോയിങ് ഉണ്ട്. ഇത് ആൾക്കാർക്ക് അറിയില്ല. കാര്യം നമ്മുടെ ആൾക്കാർ പൂവ് കാണുമ്പോഴത്തേക്ക് ഓടിച്ചെന്ന് വാങ്ങിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോഴും ഉള്ളത്. പ്ലാന്റ്സിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് അത് ഡസൻ വറീഡ് അബൌട്ട് ഇറ്റ്. ബിക്കോസ് അത് കാണുമ്പോഴത്തേക്ക് നല്ല ഈ സിംബീഡിയം പോലുള്ള വെറൈറ്റികൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ വരുന്നതല്ല. പിന്നെ ഉഷ്ണമേഖലയിൽ വളരുന്ന സിംബോഡിയൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, നമ്മുടെ നാട്ടിൽ വളരുന്ന ചെടികൾ മാത്രമേ നമ്മളിവിടെ വളർത്താവുള്ളൂ. അത് ഞങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം. കാര്യം ഇപ്പോൾ ഡെൻഡ്രോബിയം കുഴപ്പമില്ല. ഡെൻഡ്രോബിയത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ 50% ഷെയ്ഡ്, 85% ഹ്യൂമിഡിറ്റി, ഡെയിലി ഫുഡ് ആൻഡ് ഡെയിലി മെഡിസിൻ. അതാണ് അതിൻ്റെ ശാസ്ത്രീയമായ രീതികൾ. അത് ഡെൻഡ്രോബിയം നമ്മുടെ ക്ലൈമറ്റിൽ ദൈവാനുഗ്രഹം കൊണ്ട് നന്നായിട്ട് വളരും. അതിൻ്റെ കട്ട് ഫ്ലവറിനൊക്കെ യൂണിറ്റിലേക്ക് വരുവാണെങ്കിൽ ആൾക്കാർക്ക് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന സാധ്യതകൾ നമുക്കുണ്ട്. പിന്നെ നമ്മൾക്ക് ഓൺസീഡിയംസ്, റണാന്ത്ര, മൊക്കാറ ഇതെല്ലാം കട്ട് ഫ്ലവറിൽ പോകുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോഴും ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു മീറ്റിങ്ങിന് പോയിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ മാം പറഞ്ഞത് കാര്യം നമ്മൾ 91 ഇത് വന്നപ്പോൾ തന്നെ സ്റ്റിൽ നമ്മളിപ്പോൾ ഓർക്കിഡിൽ ഒന്നും ആയിട്ടില്ല. നമ്മൾ കുറച്ച് പൂക്കൾ വാങ്ങിച്ച് ചെടികൾ വാങ്ങിച്ച് എല്ലാവരും കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ സാധ്യതകളിലേക്ക് നമ്മൾ ഇതുവരെ ഇറങ്ങിപ്പോയിട്ടില്ല. അവിടെ ഡംപ് ചെയ്യുന്ന ചെടികളാണ് ഈ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇറക്കുന്നതെന്നും നമുക്കറിയാം. മാം പറഞ്ഞ അതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞാൽ ഒത്തിരി സാധ്യതകൾ നമുക്കുണ്ട്. അപ്പോൾ നമ്മളിവിടെ വളർത്തുന്നത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ വളരുന്ന വെറൈറ്റികൾ അത് മാത്രം ഞങ്ങൾ ഇറക്കുന്നത്. ഡെൻഡ്രോബിയം, ഓൺസീഡിയംസ്, മൊക്കാറ, റണാന്ത്ര ആൻഡ് ഫലനോസിസ് ഓൾസോ അങ്ങനെയുള്ള വെറൈറ്റികൾ ഇവിടെ വളർത്തി ഞങ്ങൾ പ്രത്യേകം അറിയാമല്ലോ. ഞങ്ങൾ പൂവുള്ള ചെടികൾ ഒരിക്കലും ഇറക്കാറില്ല. അത് ചെറിയ ചെടികൾ എടുക്കിയിട്ട് വളർത്തിയിട്ട്, അല്ലെങ്കിൽ നിയർ ബ്ലൂമിങ് പ്ലാന്റ്സും ചിലത് ഈ ഫലനോസിസൊക്കെ നിയർ ബ്ലൂമിങ് കിട്ടുള്ളൂ. അത് വളർത്തിയിട്ട് പൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കസ്റ്റമേഴ്സിന് കൊണ്ട്. അതുകൊണ്ട് ഡിസീസ് ഫ്രീ ആണ് ഞങ്ങളുടെ ഫാം. മറ്റുള്ളവർക്കും അത് ഞങ്ങൾ അങ്ങനെ ഇറക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നേഴ്സറി നടത്തുന്നവർക്കും ഒരു ബുദ്ധിമുട്ട് വരില്ല. ഇപ്പോൾ കുറേ നേഴ്സറിക്കാർ അടച്ചുകൂട്ടി പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്.
കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒപ്പം വരുന്ന ചില ജെയിംസ് അവരുടെ ഫാമിലി വന്നിട്ട് അതിന് മഴയൊന്നുമില്ല, ചില ബ്ലോസം ബിഡ്ജസ് എന്ന് പറഞ്ഞ ഒരു സാധനം ആര്യ ഓർക്കിഡ്സിൻ്റെ സൈറ്റിൽ കയറി നിങ്ങൾക്കറിയാം, ഒത്തിരി വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി ഒരിക്കലും രക്ഷയില്ല, ഒരു മുട്ടും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് കുറേ നഴ്സറിക്കാർ ബാക്കപ്പ് പോവാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, ഫ്ലവറിംഗ് പ്ലാന്റ്സ് എവിടെ കിട്ടുന്നത് അതെടുത്ത് വയ്ക്കുവാണ്. പക്ഷേ നമ്മളെടുത്ത് ചെയ്ത് കഴിഞ്ഞാലും ഈ ഫ്ലവറിംഗ് പ്ലാന്റ്സ് കൊണ്ടുവന്നാലും നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ശരിക്കൊരു ബോംബാണ്, നമ്മുടെ ചെടികളെ നശിപ്പിക്കുന്ന ഒരു ബോംബാണ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അതിൻ്റെ ജെയിംസ് അതിനകത്തുണ്ടാകും, ആ മുട്ടകൾ അത് വിരിഞ്ഞ് കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ അതിൻ്റെ മുട്ട് കരിഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞു. ഇതുപോലെയുള്ള ചെറിയ മുട്ടുകളൊന്നും നമുക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. എറണാകുളം നഗരത്തിൽ ബാബു ചേട്ടൻ ഏവർക്കും പരിചിതനാണ്. പാലാരിവട്ടത്തും പനമ്പിള്ളി നഗറിലും സ്റ്റേഡിയത്തിലും വൈറ്റിലയിലും കഴിഞ്ഞ 10-20 വർഷങ്ങളായി സ്ഥിരം സാന്നിധ്യമാണ്. കൂടാതെ വിവിധ പുഷ്പമേളകളിലും മറ്റ് നഴ്സറികൾക്കും ആവശ്യക്കാർക്ക് നേരിട്ടും വിൽപ്പനയുണ്ട്. നേരിട്ടുള്ള വിൽപ്പന കൂടാതെ ഓൺലൈൻ വിൽപ്പനയുമുണ്ട്. ആവശ്യക്കാർക്ക് ചെടികൾ പാക്ക് ചെയ്ത് കൊറിയർ ആയി അയച്ചു നൽകുകയാണ്. ഞങ്ങൾ ഓൾ ഇന്ത്യ ബേസിൽ ആര്യ ഓർക്കിഡ്സ് പ്ലാന്റ്സ് അയച്ചു കൊടുക്കാറുണ്ട്. എല്ലായിടത്തേക്കും ചെടികൾ, പൂവുള്ളത്, ചെറിയ തൈകൾ, പൂക്കാറായത് ചെടികളെല്ലാം അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് എന്ന് കാണിച്ചത്. ഇതുപോലെയുള്ള വലിയ ചെടികൾ അയക്കണമല്ല കാണിക്കണത്. സപ്പോസ് നമ്മൾക്കത് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ അതിൻ്റെ നിങ്ങളെ സുതാര്യത മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയ 2 പ്ലാന്റ്സ് എടുത്തിട്ട് അത് തന്നെയായിരിക്കും ഞങ്ങൾ മറ്റൊന്നും കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ അത് കാണിച്ചു തരാം. പ്ലാന്റ് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഫ്ലവറിംഗ് പ്ലാന്റ്സോ നിയർ ബ്ലൂമി, ഇപ്പോൾ കഴിയാവുന്ന നിങ്ങൾ ചെടികൾ ഓൺലൈനിൽ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഫ്ലവറുള്ള ചെടികൾ ഒഴിവാക്കുകയാണ് നല്ലത്. ബിക്കോസ് അത് അവിടെ കിട്ടാൻ ഗ്യാരണ്ടി കുറവാണ്. മറിച്ച് ചെറിയ മുട്ടുകൾ ഇങ്ങനെ ഫോം ചെയ്യുന്ന ചെടികളുണ്ട്. അപ്പോൾ അതിൻ്റെ വെറൈറ്റി പറഞ്ഞിട്ട് ആ ചെറിയ മുട്ട് വന്ന ഹെൽത്തി പ്ലാന്റ്സ് നോക്കി എടുക്കുമായിരിക്കും ഏറ്റവും ബെറ്റർ. അവിടെ വന്ന് കഴിയുമ്പോഴത്തേക്ക് ആ മുട്ട് വിരിഞ്ഞ് നിങ്ങൾക്ക് കിട്ടും. ഇതിനകത്ത് ഗ്യാരണ്ടി ഇല്ല, ബിക്കോസ് ആരെങ്ങനെയൊക്കെ പാക്ക് ചെയ്ത് വെച്ചാൽ ചിലപ്പോൾ ഒടിയാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. ഇത് വേണമെങ്കിൽ ഞങ്ങൾ അയച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ എടുക്കുന്ന ചെടികൾ നമ്മളത് പാക്ക് ചെയ്യുന്ന സിസ്റ്റം. നമ്മൾ 2 ചെറിയ ചെടികളാണ് എടുത്തിരിക്കുന്നത്. വലിയ പ്ലാന്റുകൾ ചെയ്യുന്ന മെത്തേഡ് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അത് നമ്മൾക്ക് വീഡിയോയിൽ കിട്ടാൻ വേണ്ടി അത് നമ്മൾക്കത് എങ്ങനെയാണ് ഞങ്ങൾ പാക്ക് ചെയ്ത് അയക്കുന്നുള്ള ആ രീതി കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അത് സേഫ്റ്റി ആയിട്ട് നിങ്ങൾക്ക് അവിടെ പ്ലാന്റ് കിട്ടിക്കോളും. അത് കൊറിയർ സർവീസ്, പ്രൊഫഷണൽ കൊറിയർ, DTDC ഇങ്ങനെയുള്ള വഴിയാണ് ഞങ്ങൾ അയച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് കൊറിയർ സർവീസാണ് നിങ്ങളുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ അതിലേക്ക് അയച്ചു തരും. പാക്കിംഗ് പ്ലാനിൻ്റെ റേറ്റ്, പാക്കിംഗ് ചാർജ്, പിന്നെ ഇത് കൊറിയർ ചാർജ് എല്ലാം നിങ്ങളെ അക്കൗണ്ടിലേക്ക് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ചെടി അയക്കും. 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ചെടി അവിടെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ ചെടികൾ എങ്ങനെ വരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. പ്രൊട്ടക്ഷനായിട്ട് നമ്മൾ 1-2 പേപ്പർ കൂടിയൊക്കെ ഇടുക. ബോക്സ് ഇപ്പോൾ ഇത് കാണിക്കുന്ന നമ്മൾ കേട്ടോ, അതിനനുസരിച്ചുള്ള ബോക്സുകളാണ് നമ്മൾ എടുക്കുന്നത്. പിന്നീട് നമ്മളിങ്ങനെ അടച്ചിട്ട് ഇത് നമ്മളെന്ത് സെല്ലോ ടോപ്പ് വെച്ച് ഒട്ടിക്കും. ഇത് നമ്മൾ കൊറിയർ ചെയ്യുന്നത്. 50 രൂപ മുതൽ മോഹവില വരെയുള്ള ചെടികളുടെ ശേഖരങ്ങൾ ഇവിടെയുണ്ട്. ഏകദേശം 50,000 രൂപയ്ക്ക് മുകളിൽ ഒരു മാസം വരുമാനമുണ്ടാകും. ഇഷ്ടം മാത്രം പോരാ, പാഷനും കൂടി ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഓർക്കിഡ് കൃഷിയിൽ വിജയം കൈവരിക്കാനാവൂ എന്നാണ് ബാബു ചേട്ടൻ്റെ അഭിപ്രായം. താമസിക്കുന്നത് ഫ്ലാറ്റിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഓർക്കിഡുകളുടെ സ്ഥാനം അലങ്കരിക്കാൻ മറ്റൊന്ന് വേറെയില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ നിരവധി ഓർക്കിഡ് ആരാധകരാണ് പുതിയ പുതിയ ഇനങ്ങൾക്കായി കാത്തിരിക്കുന്നത്. ഓർക്കിഡ് കൃഷിയിൽ വിജയം കൈവരിച്ച് മുന്നേറുന്ന ബാബുവിനെ പോലുള്ള കർഷകരെ നമുക്കും മാതൃകയാക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 9387951208.